പുനലൂരിൽ രണ്ടാഴ്ചയോളം പഴക്കമുള്ള അജ്ഞാതന്റെ മൃതദേഹം കുന്നിൻ പ്രദേശത്തെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ നിന്നും കണ്ടുകിട്ടി. കൈയും കാലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് റബ്ബർ മരത്തിൽ പൂട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ മൂക്കടമ്പ് പാലത്തിൽ നിന്നും 600 മീറ്ററോളം മാറി കുന്നിൻ പ്രദേശമായ ആളുകേറ മലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വാർഡിന്റെ ഭാഗമാണ് ഇവിടെ. ഇന്നലെ ഉച്ചതിരിഞ്ഞ് കാന്താരി ശേഖരിക്കാൻ തോട്ടത്തിലെത്തിയ സ്ഥലവാസികളാണ് മൃതദേഹം ആദ്യമായി കണ്ടത്. സമീപത്തു നിന്നും കീറിയ ബാഗും കത്രികയും കന്നാസും കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട്. അടുത്തിടെ റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് നടത്തിയിരുന്നില്ല. ഈ ഭാഗത്ത് പരക്കെ കാട് പടർന്നു കിടക്കുകയുമായിരുന്നു. അതിനാൽ അല്പം ദൂരം നിന്നാൽ മൃതദേഹം കാണാനാകാത്ത സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മുഖവും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ജീർണിച്ച നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. മുഖമടക്കം പല ഭാഗങ്ങളിലും പൊള്ളലേറ്റതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ചയാളുടെ കഴുത്തിൽ സ്വർണമെന്ന് കരുതുന്ന ഒരു മാലയും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പുനലൂർ ഫയർഫോഴ്സ് എത്തിയാണ് റബ്ബർ മരത്തിൽ നിന്നും ചങ്ങല മുറിച്ച് മൃതദേഹം നീക്കിയിട്ടുണ്ടായിരുന്നത്. കൂറ്റൻ ചങ്ങലയാണ് കൈകാലുകൾ ബന്ധിച്ച് റബ്ബർ മരത്തിൽ പൂട്ടിയിടുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസ് നായ മൃതദേഹത്തിന് സമീപത്ത് നിന്നും 150 മീറ്ററോളം ദൂരെ വരെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടുതലൊന്നും തന്നെ അവിടെ നിന്നും കണ്ടെത്താനായില്ല. മൃതദേഹം ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. DNA പരിശോധനയ്ക്കായി കൂടുതൽ സാമ്പിളുകളും ശേഖരിക്കും. തുടർന്ന് ഇന്നു തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും.